മോളെ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ട് താര മോളെ വാരിയെടുത്തു. അനക്കമില്ലായിരുന്നു എന്ന് മാത്രമല്ല, കുട്ടിയുടെ ശ്വാസവും നിലച്ചിരുന്നു. ശക്തമായ കരച്ചിലോ നടുക്കമോ ഉണ്ടായാൽ വായി തുറന്നപടി ശ്വാസം നിലച്ചു പോകുന്ന അവസ്ഥ അവൾക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. ഗ്രാനിയും അമ്മയുമൊക്കെ ആ സമയത്ത് മോളുടെ പിഞ്ചു തുടയിൽ നുള്ളിയും അടിച്ചും ഉച്ചത്തിൽ കരഞ്ഞുമൊക്കെയാണ് ആ സ്തംഭനാവസ്ഥയിൽ നിന്ന് ഉണരുക. ആ പതിവ് വെച്ച് താരയും കുഞ്ഞിനെ അടിക്കുകയും നുള്ളുകയൊക്കെ ചെയ്തു, ഒപ്പം കരയുകയും. അമ്മയുടെ പൊന്നുമോളെ, ഒന്ന് കരയടി, അമ്മയപ്പം ചങ്ക് പൊട്ടി ചാകുമടി. പെട്ടെന്ന് മുന്തിരി ഒന്ന് ഏങ്ങി, പിന്നെ കരയാനും തുടങ്ങി. ഇത്രയുള്ള കാര്യം മകൻ്റെ ഒപ്പം നിന്നിരുന്ന ശോഭന പറഞ്ഞു. എന്നിട്ടാ മനുഷ്യന്മാരെ പേടിപ്പിച്ച് കളഞ്ഞത്. കുഞ്ഞായിരുന്നപ്പോൾ എത്രയോ തവണ ശന്തനുവിന് ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളാരും ഇങ്ങനെ ഒച്ച വെച്ച് നിലവിളിച്ചും ഭൂമി കുലുക്കാറില്ല. താരയ്ക്ക് അസഹമായ സങ്കടവും അതിലധികം അപമാനവും അനുഭവപ്പെട്ടു. സ്വന്തം വീടായിരുന്നെങ്കിൽ അമ്മയും ഗ്രാനിയുമൊക്കെ തൻ്റെ ഒപ്പം നിന്നേനെ. സ്വന്തം മകൻ്റെ രക്തമല്ലെന്ന് അറിഞ്ഞുകൊണ്ടും ഷാരോണേട്ടൻ്റെ മമ്മിയായ റേച്ചലാൻറ്റി തൻ്റെ കുഞ്ഞിനെ എത്രമാത്രമാണ് സ്നേഹിച്ചിരുന്നത്. വിശുദ്ധിയുടെ ആ പറുദീസയിൽ നിന്ന് താൻ എന്തിന് ഈ നരകത്തിലേക്ക് പോന്നു? തെറ്റ് തൻ്റേതാണ്. ആരൊക്കെ നിർബന്ധിച്ചാലും താൻ വഴങ്ങരുതായിരുന്നു. രോഹിത്ത് കുത്തിവെച്ച വിഷം ഉള്ളിൽ കിടന്ന് ദുഷിച്ചാണ് ഷാരോണേട്ടനോടുള്ള സംശയം ബലപ്പെട്ടത്. മോളുടെ 1-ാം പിറന്നാളിന് ആശംസകളും സമ്മാനവുമായി എത്തിയ അമിത ഹരിനാഥനും ഒരു കാരണമായി. അമിത തന്നെ പറഞ്ഞത് അത് സഹോദര നിർവിശേഷമായ സ്നേഹമാണെന്നാണ്. എന്നിട്ടും കണ്ണടച്ച് അത് വിശ്വസിക്കാനായില്ല. പക്ഷേ ശന്തനുവിനെയും ഈ കുടുംബത്തെയും അപേക്ഷിച്ച് അവരെല്ലാം നന്മയുള്ളവർ തന്നെ. ഈ കുടുംബത്തിൻ്റെ തിന്മ അന്നത്തെ മനസ്സ് ചോദ്യത്തിന് മുമ്പേ മനസ്സിലായതാണ്. വീണ്ടും താൻ ഈ നരകത്തിൽ തന്നെ വന്നുപെട്ടതാണ് അതിശയം. എന്തിനാടി പെണ്ണെ നീ ഇങ്ങനെ ഞങ്ങളെ നോക്കി ദഹിപ്പിക്കുന്നത്? ശോഭന താരയോട് ചോദിച്ചു. ഒരു കൊച്ച് വളർന്നു വലുതാവുന്നതിനധികം ഇങ്ങനെ പലതും സംഭവിക്കും. അതിനൊക്കെ കെട്ടിയാനെയും അമ്മായിയമ്മയോടും അരിശം കാണിച്ചിട്ട് കാര്യമില്ല. ഭാര്യയും മകളെയും സന്തോഷിപ്പിക്കാൻ വേണ്ടി ബർത്ത്ഡേ ആഘോഷിക്കാൻ നോക്കിയതാ എൻ്റെ മോൻ. എന്നിട്ടിപ്പോൾ അത് വഴക്കിലും വക്കാണത്തിലുമെത്തി. ബർത്ത്ഡേ ആഘോഷിക്കാൻ നോക്കിയതിനൊന്നും ഞാൻ എതിര് പറഞ്ഞില്ല. മോളുടെ മുന്നിൽ വെച്ച് കോഴിയെ കാണിക്കേണ്ട കാര്യമുണ്ടോ? അവൾക്ക് പേടിയാണെന്ന് അറിഞ്ഞൂടെ? അവൾ തിരക്കി. ആ പേടി മാറ്റം തന്നെയാ അവളുടെ മുന്നിൽ വെച്ച് കോഴിയെ കണ്ടിച്ച്, ശന്തനു പറഞ്ഞു. എക്കാലവും അങ്ങനെ പേടിച്ചിരുന്ന പറ്റുമോ? നിൻ്റെ മോക്ക് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ നീ പറയുന്നത്. സാധാരണ കൊച്ചുങ്ങളാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? അവൾക്ക് ചിക്കൻ ഇഷ്ടമല്ലെന്ന് ശന്തനുവിന് അറിയാമല്ലോ. ചിക്കൻ മാത്രമല്ല, അവൾക്ക് മുട്ടയും പാലും പോലും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം, ശോഭന പറഞ്ഞു. എന്നുവെച്ച് ഒരു ക്രിസ്ത്യാനി കുടുംബത്തിൽ പിറന്ന കൊച്ച് അങ്ങനെ ആയാൽ പറ്റുമോ? താരയുടെ ചുമലിൽ കിടന്ന് കരഞ്ഞുകൊണ്ട് മുന്തിരി ആ മുതുകിൽ തല്ലി. അമ്മേ, നമുക്ക് പോവാം. എങ്ങോട്ട് പോവാനാ? ശോഭന മോളോട് ചോദിച്ചു. ഫോർട്ട് കൊച്ചിയിലേക്കാണോ? അമ്മയുടെ ആദ്യത്തെ കെട്ടിയവനെ പോലെ നാമം കെട്ട് ഭാര്യ വീട്ടിൽ വന്ന് താമസിക്കാനൊന്നും എൻ്റെ മോനെ കിട്ടുകയില്ല. ഞങ്ങൾ നല്ല ഒന്നാന്തരം കുടുംബക്കാരാ. അമ്മ പാം കുട്ടി കരച്ചിൽ തുടർന്നു. താരമകളെയും കൊണ്ട് അകത്തേക്ക് പോയി. ഇവളിങ്ങനെ തുടങ്ങിയാൽ നിങ്ങളെങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കും ശന്തനു മോനെ? ശോഭന ചോദിച്ചു. ഈ കൊച്ചാണെങ്കിലോ തല തെറിച്ചത്. ബുദ്ധിമാന്ദ്യവുമാണെന്നായിരുന്നു ആദ്യമൊക്കെ എനിക്ക് തോന്നിയത്. ഇപ്പോൾ മനസ്സിലായത് ബുദ്ധി കൂടിയതിൻ്റെ കുഴപ്പമാണെന്നാ. നിസിറിൻ്റെ സ്വഭാവം അതിന്. കീറാൻ തുടങ്ങിയാൽ നിർത്താതെയാ കീറല്. തല്ലിയാ നമ്മളെ തോക്കത്തുള്ളൂ. നിൻ്റെ മോൻ്റെ സ്വഭാവം കുഞ്ഞായിരുന്നപ്പം അങ്ങനെ ആയിരുന്നില്ലേ? അവിടേക്ക് വന്ന നൈനാൻ ആരാഞ്ഞു. അന്ന് നീയിട്ടവനെ തല്ലുമ്പോൾ എത്ര തവണയാണ് ഞാൻ തടഞ്ഞിട്ടുള്ളത്? ഒന്നല്ലേ ഉള്ളെന്ന് ഓർക്കുമ്പോഴാണ് നീ അടങ്ങിയിരുന്നത്. ഒന്ന് പോയച്ചായ. ശന്തനു മോൻ കൊച്ചിലെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. ഒരു അസുഖകാരി കൊച്ചിനെ നമ്മുടെ മോനെ ചായൻ ഒരേ മുഖത്തിൽ കെട്ടാതെ ഇതിവിടെ കിടക്കുന്നു. അതുവരെയും കഴുത്തറുത്ത കോഴിയെ കാലിൽ തൂക്കിപ്പിടിച്ച് നിന്നിരുന്ന ശന്തനു ആ ജഡം നിലത്തേക്കിട്ടു. 4നെയും കൊന്നിട്ടുണ്ട്. ഒരുത്തിയുടെ മുഖമൊന്ന് തെളിഞ്ഞു കാണാൻ വേണ്ടി ചെയ്തതാ. ഫലം എന്നിട്ട് വിപരീതം. ഏതായാലും ഇനി എന്നൊന്ന് വെച്ചാൽ ഡാഡിയും മമ്മിയും കൂടി ചെയ്തോ. ഞാൻ പോകുന്നു. മൂക്കത്ത് വിരൽ വെച്ച് നിന്ന ശോഭനയുടെ മുന്നിലൂടെ ശന്തനു അകത്തേക്ക് നടന്നു. ബർത്ത്ഡേ ആഘോഷിക്കാൻ മുഴുത്തൊരു കേക്കും വാങ്ങിവെച്ച് 4 കോഴികളെ കണ്ടിച്ചിട്ടിട്ട് അവൻ പോണ പോക്ക് കണ്ടോ? ശോഭന ഭർത്താവിനെ നോക്കി. നമ്മുടെ കുഞ്ഞിൻ്റെ ഗതി ഇങ്ങനെയായാലും ചയ. ആദ്യത്തെവൾക്ക് കെട്ടിയവൻ്റെ വീട്ടിൽ നിന്ന് പൊറുക്കാത്ത കുറ്റമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവളെ കൊണ്ടിപ്പോൾ ഒരു ദിവസം സ്വൈരമില്ലെന്നായല്ലോ. നീ നിൻ്റെ മോനെ കൊണ്ട് കെട്ടിക്കേണ്ടിയിരുന്നത് ചൊല്ലിനും ചോദ്യത്തിനും ആരുമില്ലാത്ത ഏതെങ്കിലും അനാഥ പെങ്കൊച്ചിനെയായിരുന്നു. അപ്പനോ അമ്മയോ കയറി കിടക്കാൻ വീടോ ഉള്ള പെങ്കൊച്ചുങ്ങളാവുമ്പോൾ കാൽച്ചോട്ടിലിട്ട് ചവിട്ടി തൂക്കാൻ പറ്റുകയല്ല ശോഭനെ. അവരവരുടെ വീട്ടിലേക്ക് അങ്ങ് പോയി കളയും. കയറി കിടക്കാൻ വീടും ഉണ്ടായിട്ടും ഇച്ചായൻ്റെ മമ്മി എന്നെയിട്ട് എത്ര കഷ്ടപ്പെടുത്തിയതാ. എന്നിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയിട്ടില്ലല്ലോ ഒരു ദിവസം പോലും. അതെന്തുകൊണ്ടാ? നിൻ്റെ ആങ്ങളമാരും നാത്തുമാരും നിന്നെ സ്വന്തം വീട്ടിൽ കയറ്റാതിരുന്നുകൊണ്ട്. അതുകൊണ്ടല്ലേ?
നീ എൻ്റെ മമ്മിയെ പോരുകുത്തിയും പട്ടിണി കിടത്തിയും പ്രായമാകും മുമ്പേ ശവപ്പെട്ടിയിലാക്കി സെമിത്തേരിട്ടിൽ അയച്ചത്. ഇതാ എനിക്ക് ദേഷ്യം വരും കേട്ടോ. ശോഭന കഴിച്ചുകൊണ്ടി. എന്ത് പറഞ്ഞാലും ഒടുവിൽ കുറ്റം ചാരുന്നത് എൻ്റെ തലയിലോട്ടാവും. ഞാനിത്തിരി വെള്ളം അനത്താൻ പോകുക. കണ്ടിച്ചിരിക്കുന്ന കോഴികളെ ഒന്ന് ഏനപ്പെടുത്തണ്ടേ? അയൽക്കാരെ മൊത്തം ക്ഷണിച്ചേക്കുമല്ലയോ? ബർത്ത്ഡേ പ്രസൻറ്റേഷനുമായി ആളുകൾ എത്തുമ്പം ചിക്കൻ ബിരിയാണി വിളമ്പാതെ പറ്റത്തില്ലല്ലോ. അവർ അടുക്കളയിലേക്ക് കയറിപ്പോയി. കോഴിയുടെ കഴുത്ത് മുറിക്കുന്നത് കണ്ടതോടെ മുന്തിരിമോൾക്ക് അപ്പയെ ഭയമായി. ശന്തനു തിരികെ മുകളിലെ കിടക്കയിലെത്തിയതും മോൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അപ്പയെ എനിക്കിഷ്ടമല്ല. നമുക്ക് ഫോർട്ട് കൊച്ചി പോവാം. ഫോർട്ട് കൊച്ചി എന്ന സ്ഥലവും ആ വീടും നീ ഇനി ഈ ജന്മം കാണുകയല്ല. ശന്തനുവിനും വാശിയായി. ഇത്തിരി പോകുന്നൊരു കുഞ്ഞിനോടാണോ ഈ ശൗര്യം? താര ചോദിച്ചു. പേടിപ്പെടുത്തും തോറും അവൾ അപ്പയിൽ നിന്നും അകലുകയുള്ളൂ. അകലട്ടെ, അവൾക്കെന്നെ കണ്ടുകൂടാന്നാവട്ടെ. എന്നാലും ഈ പേടിയൊന്ന് മാറ്റിയെടുത്തിട്ടേ ഉള്ളൂ. പേടിയുള്ള കുഞ്ഞിനെ കൂടുതൽ പേടിപ്പിച്ചിട്ടല്ല ശന്തനു പേടി മാറ്റുന്നത്. റാഗിങ്ങിന് വിധേയരാക്കി ജൂനിയേഴ്സിനെ ബോൾഡാക്കാൻ ശ്രമിക്കുന്ന സീനിയേഴ്സിൻ്റെ വിഡിത്തമായത്. ചിലർ മനോരോഗികളാവുന്നത് പോലും റാഗിങ്ങിൻ്റെ ഫലമാണ്. മറ്റു ചിലർ ആത്മഹത്യക്ക് ശ്രമിക്കും. സ്നേഹവും സാന്ത്വനവും ആത്മവിശ്വാസവും നൽകി വേണം കുട്ടികളെയായാലും മുതിർന്നവരെയായാലും നമ്മൾ നോർമൽ ലൈഫിലേക്ക് എത്തിക്കാൻ. പരിഹാസവും ഭയപ്പെടുത്തലും പീഡനവും ഒക്കെ ഒരു മനുഷ്യജീവിയെയും രക്ഷപ്പെടുത്താൻ പോകുന്നില്ല. അതാദ്യം മനസ്സിലാക്കുക. നിൻ്റെ രീതിയല്ല എൻ്റെ രീതി. ഇവൾ എൻ്റെയും കൂടി രക്തമാണല്ലോ. അതുകൊണ്ട് എൻ്റെ രീതി തന്നെയേ ഞാൻ ഇവളിൽ പരീക്ഷിക്കുന്നുള്ളൂ. പടം വരച്ച് സമ്മാനം കിട്ടിയാലും മറ്റു കുട്ടികളുടെ മുന്നിൽ നിൻ്റെ മകളൊരു പരാജയം തന്നെയാണ്. അതുകൊണ്ട് നിൻ്റെ പ്രിൻസിപ്പിൾസ് ഒന്നും നീ എന്നെ ടീച്ച് ചെയ്യണ്ട. എങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൽ പോവുകയാണ്. എൻ്റെ കുഞ്ഞ് മനസ്സമാധാനത്തോടെ ജീവിക്കുന്നത് കണ്ടാൽ മതി എനിക്ക്. ഇല്ല താര. ശന്തനുവിൻ്റെ മുഖം ഗൗരവത്തിൽ ചുവന്നു. നിൻ്റെ മാത്രം കുഞ്ഞല്ല ഇതെന്നറിയാമല്ലോ. അതുകൊണ്ട് നിനക്ക് വേണമെങ്കിൽ പോകാം. മോൾ ഇവിടെ എൻ്റെ ഒപ്പം ഉണ്ടാവും. എൻ്റെ മോളെ ഞാൻ പ്രസവിച്ചത് മറ്റൊരാളുടെ ഭാര്യയായിരുന്ന സമയത്താണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അവളിൽ ഒരവകാശമില്ലെന്ന് ഈസിയായി എനിക്ക് തെളിയിക്കാനാവും. ഇല്ല കുട്ടാ. ശന്തനു പരിഹാസത്തിൽ ചിരിച്ചു. DNA എന്നൊരു ടെസ്റ്റ് ഉണ്ട്. അതിലൂടെ ഇവൾ എൻ്റെ മകളാണെന്ന് എനിക്ക് തെളിയിക്കാനാവും താര. അപ്പോൾ നിങ്ങൾ എന്നോട് ചെയ്ത ചതിയും വ്യക്തമാവും. അതിനുള്ള ശിക്ഷയാവും നിങ്ങൾക്ക് കോടതി തിരികെ തരിക. നീ എന്തിനാ താര ഇങ്ങനെ ബാലിശമായി തർക്കിക്കുന്നത്? ഇവളെ നീ എൻ്റെ അടുത്തുനിന്ന് ജീവനോടെ കൊണ്ടുപോവില്ല. ഇതിനോടുള്ള സ്നേഹം കൊണ്ടല്ല, എൻ്റെ വാശിയാണത്. താരയുടെ നെഞ്ചിൽ ഒരു നടുക്കമുണ്ടായി. മുഖത്ത് അത് പ്രകടമാകാതിരിക്കാൻ അവൾ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ മുന്തിരിമോൾ ഭയത്തിൽ ശന്തനുവിനെ നോക്കിക്കൊണ്ട് അമ്മയുടെ മാറിലേക്ക് ഒന്നിനൊന്ന് ഒട്ടിച്ചേർന്നു. താര പിന്നെ ഒരക്ഷരം ശബ്ദിച്ചില്ല. അവളെ ജയിക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ ശന്തനുവിന്. ക്ഷമയോടെ താര മോളെ കൊണ്ട് അപ്പ വാങ്ങിയ കേക്ക് മുറപ്പിച്ചു. അതിഥികൾക്ക് മുന്നിൽ പുഞ്ചിരി അഭിനയിച്ചു. ചിക്കൻ ബിരിയാണി വിളമ്പാനും ശോഭനയ്ക്കൊപ്പം സഹകരിച്ചു. ചിക്കൻ്റെ മസാല ഗന്ധം പിടിക്കാതെ നൈനാൻ്റെ കൈപിടിച്ച മുന്തിരി ഒരു മൂലയ്ക്ക് ഒതുങ്ങി നിന്നത് മുഖം ചുളിക്കുന്നത് അവൾ കണ്ടു. മോൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആ ഗന്ധത്തോട് ധാരയ്ക്ക് മുഷിവ് തോന്നി. അന്നാദ്യമായി ബിരിയാണി കഴിച്ച് അവൾ ഛർദ്ദിക്കുകയും ചെയ്തു. തന്നെ ആക്ഷേപിക്കാൻ തൊണ്ടയിൽ കൈയിട്ട് താര മനഃപൂർവ്വം ഛർദ്ദിച്ചതാണെന്ന് ശോഭന കുറ്റപ്പെടുത്തി. അതിഥികൾ പിരിഞ്ഞ ശേഷമായിരുന്നു ശന്തനുവിൻ്റെ പ്രകടനം. പ്ലേറ്റിൽ കുറച്ച് ബിരിയാണി എടുത്ത് അവൻ മുന്തിരിയുടെ അടുത്ത് ചെന്നു. വായ പൊളിക്കടേ, ശന്തനു കുട്ടിയോട് ആജ്ഞാപിച്ചു. അവൾ അനുസരിച്ചില്ല. പെട്ടെന്ന് അവൻ മുന്തിരിയുടെ മൂക്കിൽ കയറി പിടിച്ചു. വായ തുറക്കടി ജന്തു. അയ്യോ, അതെന്തേ കാണിക്കുന്നത്? താര ഓടി വന്ന് ശന്തനുവിൻ്റെ കൈ തട്ടി മാറ്റി. എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കാതെ. മൂക്ക് അടച്ചു പിടിച്ചാൽ ഈ ജന്തു വായ തുറക്കും. അതിനാ മൂക്കിൽ പിടിച്ചത്, അല്ലാതെ കൊല്ലാനല്ല. അങ്ങനെ മൂക്കടച്ച് നിർബന്ധമായി കഴിപ്പിക്കാൻ ഇതെന്താ, മരുന്നാണോ? മരുന്നല്ല, പക്ഷേ മരുന്ന് പോലെ തന്നെ പ്രധാനമായ പോഷകാഹാരവും. ഇവളൊരു ക്രിസ്ത്യാനിയുടെ കൊച്ച. അങ്ങനെയല്ലെങ്കിൽ തുറന്നു പറയണം. ശന്തനു, താര അപേക്ഷിച്ചു. അല്പം വൈകല്യമുള്ള കുഞ്ഞത്. അതിൻ്റെ കരുണ അതിനോട് കാണിക്കണം. കരുണയല്ല, സ്നേഹമുള്ളതുകൊണ്ടാണ് ഈ ജന്തുവിനെ ഒന്ന് നന്നാക്കിയെടുക്കാൻ ഞാൻ നോക്കുന്നത്. ജന്തു എന്ന് എൻ്റെ മോളെ വിളിക്കരുത്. അവളൊരു മനുഷ്യക്കുഞ്ഞ് തന്നെയാണ്. മനുഷ്യക്കുഞ്ഞാണെന്ന് നെറ്റിയിൽ സ്റ്റിക്കർ പതിക്കണം. കണ്ടില്ലേ മുഖം ഇരിക്കുന്നത്? ബിരിയാണി എടുത്ത പ്ലേറ്റ് നിലത്തേക്ക് എറിഞ്ഞ് ശന്തനു മുറിവിട്ട് പോയി. അമ്മയുടെ നെഞ്ചിലേക്ക് മുഖമണച്ച് മുന്തിരി ഏങ്ങി കരഞ്ഞു. സാരമില്ല, വാവോ. നെഞ്ചിലേക്ക് മകളെ ചേർത്ത് വെച്ച് താര ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. കരച്ചിൽ അല്പം ശാന്തമായപ്പോൾ മുന്തിരി അമ്മയുടെ കാതിൽ അറിയിച്ചു. ഉമ്മയ്ക്ക് പോട്ടുകച്ചി പോവാ. എനിക്ക് ഗ്രാനിയും അമ്മയെ കാണണം. മോളുടെ ആവശ്യം അവൾക്ക് മനസ്സിലായി. അത് ന്യായമാണെന്നും അറിയാമായിരുന്നു. മോൾക്ക് മാത്രമല്ല, താരയ്ക്കും ആ വീട്ടിൽ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. മോളെയും എടുത്തുകൊണ്ട് തൻ്റെ ഫോർഡ് ഫിഗോയിൽ സ്വയം ഡ്രൈവ് ചെയ്ത് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. പക്ഷേ ശന്തനു ഒരു ചിറകുള്ള സർപ്പമാണ്. അയാളും പുറകെ എത്തും. പകസ്ഥിരകളിൽ കടന്നാൽ എന്തും ആ മൃഗം ചെയ്തു പോകും. മോളെ ജന്തുവെന്ന് ആക്ഷേപിക്കാറുണ്ടെങ്കിലും ആ പേരിന് തികച്ചും അർഹൻ അയാൾ തന്നെയാണ്.
ഇവളെ നീ എൻ്റെ അടുത്തൊന്നും ജീവനോടെ കൊണ്ടുപോവില്ല എന്ന ശന്തനുവിൻ്റെ വാചകം ഇടയ്ക്കിടെ അവളുടെ ഓർമ്മയിൽ ഒരു ഭീഷണിയായി പ്രത്യക്ഷപ്പെടാറുണ്ട്. ഈ ഭൂമിയിൽ തനിക്ക് ജീവിക്കാൻ തൻ്റെ മോൾ അത്യാവശ്യമാണ്. അവളില്ലെങ്കിൽ താരയുമില്ല. ശന്തനു ജോലിക്ക് പോയി കഴിഞ്ഞാൽ മോളെ താര കിൻഡർ ഗാർഡനിൽ എത്തിക്കും. LKGയിലെ പഠനത്തേക്കാൾ അവൾക്ക് പ്രിയം ചിത്രരചനയും പിയാനോയുമാണ്. ചിത്രരചനയിൽ താരയ്ക്ക് സഹായിക്കാനാവില്ലെങ്കിലും പിയാനോയിൽ തീർത്തും ടാലൻ്റാണ്. മുന്തിരിക്ക് പക്ഷേ തന്നേക്കാൾ ടാലൻ്റ് ഉണ്ടെന്ന് അവൾക്ക് തോന്നിത്തുടങ്ങി. ആ കുഞ്ഞു വിരലുകളിൽ നിന്ന് സംഗീതത്തിൻ്റെ അപൂർവ രാഗങ്ങൾ പുറപ്പെടുന്നത് താര വിസ്മയത്തോടെയാണ് കേട്ടിരിക്കാറുള്ളത്. ഒരു പകൽ മകൾക്ക് പിയാനോയിൽ പ്രാക്ടീസ് നൽകുമ്പോഴാണ് മുകളിലെ ബെഡ്റൂമിൻ്റെ വാതിൽക്കൽ രോഹിത് എത്തിയത്. ശന്തനുവിൻ്റെ അടുത്ത ബന്ധുവാണെന്നറിയാം. ആ വീട്ടിൽ സ്വാതന്ത്ര്യവും കാണാം. താര അവിടെ താമസിക്കാൻ തുടങ്ങിയ ശേഷം ആദ്യമായിരുന്നു ആ സന്ദർശനം. എങ്കിലും അവൾ അകത്തേക്ക് ക്ഷണിച്ചില്ല. വാതിൽക്കൽ ഒരു മന്ദഹാസവുമായി നിശബ്ദം നിന്നതേയുള്ളൂ. മോൾ നന്നായി വായിക്കുന്നല്ലോ താര, ബ്യൂട്ടിഫുൾ, രോഹിത് അഭിനന്ദിച്ചു. ഏതോ ഒരു വിരുന്നിന് അകലെ നിന്ന് ഞാനിവളെ കണ്ടിട്ടുണ്ട്. ഇത്ര മിടുക്കിയാണെന്ന് കരുതിയതേയില്ല. അടുത്തറിയുമ്പോഴല്ലേ മിടുക്കറിയാവോ. ദൂരക്കാഴ്ചയിൽ കാണുന്നതെല്ലാം പെർഫോമൻസ് അല്ലേ. ആ, പുഞ്ചിരിയൽ രോഹിത് തലയാട്ടി. ആട്ടെ, താരയ്ക്ക് ഇവിടെ സുഖമല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത തന്നെ നരകത്തിൻ്റെ പടിവാതിൽക്ക് എത്തിച്ചവനാണ് മുന്നിൽ നിൽക്കുന്നതെന്ന് ഓർത്തപ്പോൾ അറിയാതെ അവളുടെ മുഖം ഇരുണ്ടു. ആദ്യത്തെ ക്രൂരത പുറത്താലും വീണ്ടും തന്നെ ഇവിടേക്ക് തന്നെ അനയിച്ചത് മറ്റാരുമല്ല. എന്നിട്ട് സുഖം അന്വേഷിക്കുന്നു. മുഖമടച്ച് ഒന്ന് കൊടുക്കേണ്ടതാണ്. താരയിൽ നിന്ന് മറുപടി വരാഞ്ഞപ്പോൾ രോഹിത്തിൻ്റെ മുഖവും മാറി. താരയോട് എന്നും ദ്രോഹം ചെയ്തവനെ ഞാൻ. പക്ഷേ അതെല്ലാം നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമായിരുന്നു. ഇത് കേട്ട് ഞാൻ ഈ കാൽക്കൽ വീണോ? അവളുടെ മുഖം പുച്ഛത്തിൽ കോടി. അതോ എന്നോടുള്ള സ്നേഹം സ്റ്റോർ ചെയ്തു വെച്ചിരിക്കുന്ന നെഞ്ചിലേക്കാണോ വീഴേണ്ടത്? പരിഹാസമാണെന്ന് അറിയാൻ താര. ആ തൊണ്ട ഇടറി. ഒരിക്കൽ കൂടി മാപ്പ് പറയാൻ വന്നതാ ഞാൻ. കാരണം തന്നെ ഷാരോണ് അകറ്റിയവനെ ഞാൻ. അതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ പാപം. ഷാരോൺ നിരപരാധിയാ. ഇന്നലെയാ ഞാൻ അറിഞ്ഞത്. അത് പറയാൻ മാത്രമാണ് ഞാൻ വന്നതും. രോഹിത് പറഞ്ഞു തീരും മുമ്പേ ട്രേയിൽ ആവി പറക്കുന്ന 2 കപ്പ് ചായയുമായി ശോഭന പിന്നിലെത്തി. ഡാ മോനെ ചായ. ഞെട്ടലോടും പരിഭ്രമത്തോടും അവർ ആൻറ്റിയുടെ നേർക്ക് തിരിഞ്ഞു. താരയ്ക്ക് പക്ഷേ രോഹിത് പറഞ്ഞത് മനസ്സിലായില്ല. വിറയ്ക്കുന്ന കൈയോടെ രോഹിത് ചായക്കപ്പെടുത്തു. അതോടെ ശോഭന ട്രേ താരയുടെ നേർക്ക് അടുപ്പിച്ചു. മോളോ കുടിക്കേ, നിനക്കായി മമ്മി കൊണ്ടുവന്നതാ. തേൻ പുരണ്ട വാക്കുകൾ. ഇവർ ഒരു അസാധാരണ അഭിനയത്തിൽ തന്നെ എന്ന് താര മനസ്സിൽ പറഞ്ഞു. ഇന്നുവരെ ഈ സ്ത്രീ തനിക്കൊരു ചായ എടുത്ത് തന്നിട്ടില്ല. എങ്കിലും രോഹിത്തിന് മുന്നിൽ അവളും അഭിനയിച്ചു. താരയും ഒരു കപ്പ് ചായ എടുത്തു. രോഹി ഒരിക്കൽ മോഹിച്ച പെണ്ണ താരയെന്ന് എനിക്കറിയാം, ശോഭന തുറന്നു സംസാരിച്ചു. നീ ഒരു പാര പണിതെങ്കിലും എൻ്റെ മോളെ ഒടുവിൽ ഞങ്ങൾക്ക് തന്നെ കിട്ടി. രോഹിത് വല്ലാതെയായി. ശോഭന ആൻറ്റി അങ്ങനെ തുറന്നടിച്ച് സംസാരിക്കുമെന്ന് അവൻ പ്രതീക്ഷിച്ചില്ല. താനും താരയും ചന്ദനവും തമ്മിലുള്ള ട്രയാങ്കിൾ റിലേഷൻ ശോഭന ആൻറ്റിക്കും ഞാൻ അങ്കിളിനുമല്ല അറിയാവുന്നതുകൊണ്ട് കുറേ കാലത്തേക്ക് ഒരാവശ്യത്തിനും ഈ വീട്ടിലേക്ക് വന്നിട്ടില്ല. ശന്തനുവിൻ്റെ ആദ്യ വിവാഹത്തിലും 2ാം വിവാഹത്തിലും ഒന്നും സംബന്ധിച്ചതുമില്ല. കാലം കടന്നപ്പോൾ എല്ലാം എല്ലാവരുടെയും ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു കാണുമെന്നാണ് വിചാരിച്ചത്. മനഃപൂർവ്വമാവും ശോഭനാൻറ്റി അതൊക്കെ കുത്തിപ്പൊക്കിയത്. താര ഇപ്പോൾ എനിക്കൊരു മരുമോളല്ല, സ്വന്തം മകളാണ്. ഇവളെ നഷ്ടമായതിൻ്റെ ദുഃഖം ഞങ്ങൾ നന്നായി സഹിച്ചതാ രോഹി മോനെ. ഇനി എൻ്റെ മോളെ ഞാൻ എങ്ങോട്ടും വിടില്ല. ഇവൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഉണ്ടാക്കി കൊടുത്ത് ഇവളെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കാൻ എനിക്കറിയാം. താരമോൾക്കാണെങ്കിൽ പെറ്റമ്മയേക്കാൾ സ്നേഹം എന്നെയാ. സംശയമുണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. വിഷം തന്ന് ഈ സ്ത്രീ തന്നെ കൊല്ലാൻ ഉദ്ദേശമുണ്ട് എന്നാണ് താര ഭയന്നത്. അതിനു വേണ്ടിയാവുമോ ഈ കളവത്രയും വെട്ടിവിടുന്നത്? രോഹിത് ശോഭന കാണാതെ താരയൊന്ന് നോക്കി. വലിയ സന്തോഷമോ അമ്മായിയമ്മ പറയുന്നത് 101% നേരാണെന്ന ഭാവമോ ആ മുഖത്തുണ്ടായിരുന്നില്ല. ശോഭനാൻറ്റിയുടെ തനിനിറം തൻ്റെ മമ്മയും ചേച്ചിയും വിവരിച്ച് അവൻ മുമ്പേ കേട്ടിട്ടുള്ളതാണ്. പിന്നെന്തിനാ മോനെ നീ വന്നത്? ചായ കുടിച്ച് രോഹിത് കപ്പ് തിരികെ ട്രൈയിൽ വച്ചതും ശോഭന ചോദിച്ചു. വെറുതെ. രോഹിത് ഒന്ന് പരുങ്ങി. വെറുതെ എല്ലാവരെയും ഒന്ന് കാണാൻ വന്നതാ ആൻറ്റി. അടുത്ത ബന്ധുക്കളായിട്ടും കുറേ കാലമായാലോ ഞാനിങ്ങോട്ട് വന്നിട്ട്, അതുകൊണ്ട് വന്നതാ. കുറേ കാലം കൂടി വന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതും. ശാന്തനുവിൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് മുകളിലേക്ക് പോരാൻ അനുവദിച്ചത്. എന്താ നിൻ്റെ ഉദ്ദേശം? കൊച്ചിനെ കാണാനാണോ ഇവളെ കാണാനാണോ വന്നത്? അതോ ഈ കൊച്ച് ശാന്തനുവിൻ്റെതാണോ നിൻ്റെതാണോ എന്ന് ഉറപ്പിക്കാനോ? രോഹിത്തിൻ്റെ മുഖം വിളറി വെളുത്തു. ശോഭന ആൻറ്റിയെയോ താരയെയോ നേരിടാനാവാതെ അവൻ പതറി. ശാന്തനുവിനെ നിന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടാന്ന് അറിയാമല്ലോ, ശോഭന തുടർന്നു. എന്നിട്ട് നീ അവനില്ലാത്ത നേരം നോക്കി വന്നത് നല്ല ഉദ്ദേശത്തിലല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഏതായാലും നീ വന്ന വിവരം ഞാൻ അവനെ അറിയിക്കുന്നില്ല. അറിയിച്ചാൽ വണ്ടിയുമെടുത്ത് വന്ന് അവൻ നിന്നെ കൊത്തിയരിയുമെന്ന് എനിക്കറിയാം.
അങ്ങനെ സംഭവിച്ചാൽ എനിക്കെൻ്റെ കൊച്ചിനെ നഷ്ടപ്പെടും. രണ്ടാണുങ്ങളുടെ ജന്മം തലച്ചു ഇവയ്ക്ക് കയ്യും കഴുകി ഇവിടെ വീട്ടിലേക്ക് പോയാൽ മതിയല്ലോ. ആൻറ്റി, രോഹിത് രണ്ടും കൽപ്പിച്ച് ശോഭനയെ നേരിട്ടു. എന്നോട് ഇറങ്ങിപ്പോകാൻ പറയാൻ പ്രയാസമായതുകൊണ്ടാണോ ഇങ്ങനെ വളച്ചുകെട്ടി സംസാരിക്കുന്നത്? ഛേ, അവൻ മുഖം കുടഞ്ഞു. കഴിഞ്ഞതെല്ലാം നിങ്ങൾ മറന്നെന്ന് കരുതിയ ഞാൻ നിങ്ങൾ തന്ന ചായ വാങ്ങി കുടിച്ചത്. എൻ്റെ അമ്മയ്ക്കും ചേച്ചിക്കുമൊന്നും പണ്ടേ നിങ്ങൾ ഇഷ്ടമല്ല. എന്നിട്ടും ഞാൻ ഈ വീട്ടിൽ കയറി വന്നല്ലോ. കഴിഞ്ഞതെല്ലാം ഞാൻ എങ്ങനെയാടാ മറക്കുന്നേ? എൻ്റെ മോൻ്റെ ഇവിടെ മനസ്സുചോദ്യം മുടക്കിയതും ഇതുങ്ങളുടെ ജീവിതം രണ്ടു വഴിക്കാക്കിയതും നീ ഒരുത്തനല്ലേ. അത് ഈ പാവം പെങ്കൊച്ചിനോടുള്ള സ്നേഹം കൊണ്ടാ. നിങ്ങളുടെ മോൻ്റെ കയ്യിൽ വന്നുപെട്ട് ഈ കുട്ടിയുടെ ജീവിതം നശിക്കണ്ടെന്ന് തോന്നി. അല്ലാതെ നീ ഇവളെ ആശിച്ചത് കൊണ്ടല്ലേ? അതും ഒരു കാരണമാണ്. നിങ്ങളുടെ മോൻ അഭിമാനിയാണെങ്കിൽ ഇവളെ സ്വതന്ത്രയാക്കിയോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ നിങ്ങളുടെ മോനൊരു പിശാച്ച. അതുകൊണ്ട് അവൻ ഈ പാവത്തിൻ്റെ ജന്മം കടിച്ചു കുടഞ്ഞു. എല്ലാം അറിഞ്ഞുകൊണ്ട് എല്ലാവരും കാരണക്കാരനെന്ന നിലയ്ക്ക് ഞാൻ ഇവളെ സ്വീകരിക്കാനും തയ്യാറായതാ. പക്ഷേ നേർബുദ്ധിയായ ഇവൾ സമ്മതിച്ചില്ല. ഞാൻ ചെയ്തൊരു തെറ്റായോ എൻ്റെ ശങ്കയില നിങ്ങളുടെ മോൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ പ്രേരണയാൽ ഞാൻ ഈ പാവത്തെ വീണ്ടും നയിച്ചത്. ഷാരോണിനെ കുറിച്ച് എനിക്ക് ചില തെറ്റിദ്ധാരണകളും തോന്നിയിരുന്നു. പക്ഷേ നിങ്ങളുടെ മോൻ്റെ ഒപ്പം ക്രൂരനല്ല ഈ ഭൂമിയിൽ പിറന്ന ഒരു മനുഷ്യജീവിയും. രോഹിത് തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. സ്റ്റെയർ കേസ് ഓടിയിറങ്ങുന്ന ശബ്ദം താരയുടെ ചെവിയിലെത്തി. ശരിയാ അവൻ പറഞ്ഞത്. ശോഭന താരയെ നോക്കി. എൻ്റെ മോൻ്റെ ഒപ്പം ക്രൂരനല്ല ഒരു മനുഷ്യജീവിയും. അതുകൊണ്ട് നീ ശരിക്കും സൂക്ഷിച്ചോ. ആരും പ്രേരിപ്പിച്ചിട്ടാണെങ്കിലും ഷാരോണിനെ വിട്ടു നീ പോകുന്നത് നിൻ്റെ കാലക്കേട്. ഇവനിവിടെ വന്ന് ഇതൊക്കെ പറഞ്ഞത് ശന്തനു അറിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, പുറത്തോട്ടിറങ്ങിപ്പോയവൻ്റെ ജീവിതം ഇന്നത്തോടെ തീരും. അതുകൊണ്ട് അടങ്ങിയും ഒതുങ്ങിയും അവൻ്റെ വരുതിക്കിവിടെ കഴിഞ്ഞാൽ നിനക്ക് ഈ ഊനപ്പിറവിക്കും കൊള്ളാം. അവനോട് സ്നേഹമായി നിന്ന് അവൻ്റെ ഒരു കൊച്ചിനെ കൂടി പറ്റാൽ നിൻ്റെ ഈ മന്ദബുദ്ധി കൊച്ചിനെ നോക്കാൻ ആരോഗ്യമുള്ളൊരു സന്തതി കൂടി കാണും. മറ്റൊന്നും എനിക്ക് പറയാനില്ല. വെട്ടിത്തിരിഞ്ഞ് അവരും താഴേക്ക് നടന്നു. താര തിരിഞ്ഞ് മകളെ നോക്കി. പിയാനോയിലേക്ക് മുഖമടച്ച് പേടിച്ചിരിക്കുകയായിരുന്നു മുന്തിരി. മോൾക്ക് എപ്പോഴും എന്തിനേയും ഭയമാണെന്ന് ഒരാഴ്ച മുമ്പ് അവളുടെ LKGയിലെ ടീച്ചർ പറഞ്ഞിരുന്നു. ആ നല്ല അധ്യാപിക അവളുടെ സ്നേഹിതയായ ഒരു സൈക്കോളജിസ്റ്റുമായി മോളുടെ കാര്യം ഡിസ്കസ് ചെയ്യുകയും ചെയ്തു. മോൾ സുരക്ഷിതയല്ലേ താര? അവർ അവളോട് ചോദിച്ചു. മോൾക്ക് സ്നേഹത്തിൻ്റെ സുരക്ഷിതത്വം നൽകണം. സാധാരണ അച്ഛനമ്മമാരിൽ ആരെങ്കിലും ഒരാൾ കുട്ടിക്കാലത്തെ നഷ്ടപ്പെടുമ്പോഴാണ് ഇത്തരമൊരു അരക്ഷിതാവസ്ഥയും ഭയവും അനുഭവപ്പെടുക. പ്രത്യേകിച്ചും അമ്മ നഷ്ടപ്പെടുന്ന പെൺകുട്ടികളിൽ ഇത് കാണാം. അച്ഛൻ നഷ്ടപ്പെട്ട രണ്ടാനച്ഛൻ്റെ ഭരണത്തിലകപ്പെടുന്ന കുട്ടികളിലും ഈ അവസ്ഥ കാണാറുണ്ട്. മുന്തിരിക്ക് അമ്മയും അച്ഛനും ഒക്കെ ഉണ്ടല്ലോ താര. ഒരു മറുപടിയും പറയാൻ അന്ന് താരയ്ക്ക് കഴിഞ്ഞില്ല. തൻ്റെ കുട്ടിയുടെ ഭയം മാറണമെങ്കിൽ ഈ വീട്ടിൽ നിന്ന് അവളെ കൊണ്ടുപോകണം. പക്ഷേ തനിക്ക് അതിനാവില്ല. ഒരു ഭ്രാന്തിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോയി തങ്ങളുടെ ജീവിതം. രാത്രിയിൽ ശന്തനു എത്തും മുമ്പ് താരയെ റോസ് വിളിച്ചു. എന്താ താര നീ വിളിക്കാത്തത്? ഈടെയായി ഞാൻ അങ്ങോട്ട് വിളിച്ചാലേ നിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റത്തുള്ളൂന്നായല്ലോ. എന്താ നിനക്ക് അവിടെ എത്ര തിരക്ക്? മോളുടെ കാര്യങ്ങൾ നോക്കണ്ടേ അമ്മ എനിക്ക്? അവളുടെ കാര്യങ്ങൾ നോക്കാൻ നീ മാത്രമേ ഉള്ളൂ അവിടെ. ശന്തനുവില്ലേ, ശോഭനയില്ലേ, ശന്തനുവിൻ്റെ ഡാഡിയില്ലേ, എല്ലാവരുമുണ്ട്. പകൽ മുഴുവൻ മോൾ നഴ്സറിയിലല്ലേ. ആ സമയത്ത് ഒന്ന് വിളിച്ചുകൂടെ നിനക്ക്? പെറ്റമ്മയല്ലേ ഞാൻ. താരയ്ക്ക് എന്ത് പറ്റി റോസയെന്ന് മമ്മയും ചോദിക്കുന്നു. എങ്കിൽ മോളെയും കൊണ്ട് ഞാൻ അവിടെ വന്ന് താമസിക്കാം. പരാതി തീരുമല്ലോ. പരാതിപ്പെടുന്ന സ്നേഹം കൊണ്ടല്ലേ താര. നിനക്കിത് എന്തു പറ്റി? താരയ്ക്ക് അസഹ്യത തോന്നി. എനിക്ക് മരിച്ചാൽ മതിയെന്നായി അമ്മേ. കരയാൻ വെമ്പി അവൾ. എങ്കിലും ഒരു വിധത്തിൽ അവൾ പറഞ്ഞു. ഇനി മുതൽ ഞാൻ കൃത്യമായി വിളിച്ചോളാം അമ്മേ. നിനക്കവിടെ സുഖമാണോ എന്നാണ് എനിക്കറിയാത്തേ. എനിക്ക് സുഖമാ, പരമസുഖമാ. എന്നെപ്പോലെ സുഖം അനുഭവിക്കുന്ന ഒരു പെണ്ണ് ഈ ഭൂമിയിൽ വേറെയില്ല. റോസ് സ്തബ്ധയായി. താരയുടെ അവസ്ഥ ഏതാണ്ട് അവൾക്ക് മനസ്സിലായി. നീ ഒന്നിങ്ങോട്ട് വരുമോ മോളെ? അല്ല, ഞാനും അമ്മയും കൂടി അങ്ങോട്ട് വരണോ? ഞാൻ അങ്ങോട്ട് വരാം അമ്മേ. പിന്നീട് നിന്ന് ശോഭന വരുന്നത് കണ്ട് അവൾ ആ കോൾ കട്ട് ചെയ്തു. എന്നാ മോളെ, നിൻ്റെ അമ്മ വിളിച്ച് കുശുമ്പ് കുഞ്ഞായ്മ പറഞ്ഞു തുടങ്ങുമായിരുന്നോ? ശോഭന ചോദിച്ചു. എൻ്റെ അമ്മയ്ക്ക് അങ്ങനെയൊരു സ്വഭാവമില്ല. എന്ന് വെച്ചാൽ നിൻ്റെ അമ്മ മഹാപുണ്യവളത്തി അല്ലയോ? രണ്ടാമത്തെ ഘട്ട ഇപ്പം നിൻ്റേത്. കെട്ടിയോൻ ചത്ത അമ്മമാർ ഒരു കാലത്തും പെങ്കൊച്ചുങ്ങൾ കെട്ടിയന്മാരുമായി സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല മോളെ. എന്നെ പെറ്റ മമ്മി അങ്ങനെ തന്നെയായിരുന്നു. എന്നെപ്പോലെ വാടി നീയുമെന്ന അവരുടെ മനസ്സിലിരിപ്പ്. അത് നിങ്ങളുടെ മനസ്സിലിരിപ്പാ. താര ചീറി. അസഹ്യതയിൽ അറിയാതെ പറഞ്ഞു പോയതാണ് അവൾ. പറഞ്ഞ നിമിഷം തന്നെ വേണ്ടായിരുന്നെന്നും തോന്നി. ശോഭന ഒരു നിമിഷം നേരത്തേക്ക് പകച്ചുപോയി. പിന്നെ അർത്ഥഗർഭമായി തലകുലുക്കി. നിന്റെ ഈ സ്വഭാവത്തിന് നീ ഈ വീട്ടിൽ സമാധാനമായി ജീവിക്കുകയല്ല മോളെ. നിശിറ എൻ്റെ ശന്തനു.
അവൻ്റെ സ്വഭാവം നിനക്കറിയാമല്ലോ. വെട്ടുന്ന തുണ്ടൻ രണ്ടെന്ന ഭ്രാന്ത് കയറിയ മനുഷ്യന്മാരെ കോഴിയെ കണ്ടിക്കും പോലെ കണ്ടിക്കാൻ മടിക്കുന്നവനല്ല. അതുകൊണ്ട് നിന്റെ മട്ടും പഴുതിയുമൊന്നും അവൻ്റെ കാതിൽ ഞാൻ എത്തിക്കാറില്ല. രോഹിത് ഇവിടെ നിന്നെ കാണാൻ എത്തിയെന്നറിഞ്ഞാൽ മതി അവന് ഭ്രാന്ത് കയറാൻ. എന്നെ കാണാനാണോ രോഹിത് ഇവിടെ വന്നത്? അസഹ്യതയിൽ താര അമ്മായിയമ്മയുടെ നേർക്ക് തിരിഞ്ഞു. നിങ്ങളുടെ ബന്ധുവല്ലേ അയാൾ? എൻ്റെ മേൽ പഴിച്ചാരാൻ വേണ്ടി നിങ്ങളയാളെ വിളിച്ചു വരുത്തിയതാണെന്ന് ഞാനും പറയും. ശോഭനയിൽ വീണ്ടും ഞെട്ടലുണ്ടായി. ഇവൾക്കിന്ന് എന്തു പറ്റി എന്ന മട്ടിൽ ആ കണ്ണുകൾ മിഴിഞ്ഞു. ഉള്ളിൽ ഹുങ്കും അഹങ്കാരവും ഉണ്ടെന്നറിയാം, പക്ഷെ വാക്കുകൾ കൊണ്ട് അത് പ്രകടിപ്പിക്കാറില്ല. ഇന്ന് അവൾ രണ്ടും കൽപ്പിച്ച മട്ടാണല്ലോ. എത്രയൊക്കെയായാലും താരയുടെ ശന്തനുവിന് വല്ലാത്തൊരു ഇഷ്ടമുണ്ടെന്ന് ശോഭനയ്ക്കറിയാം. ഹണിയുടെ കെട്ടിയവനായിരുന്ന കാലത്തും അവൻ്റെ മനസ്സിൽ താരയായിരുന്നെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ കെട്ടിയ പെണ്ണുമായി ദാമ്പത്യബന്ധം പുലർത്താൻ കഴിയാതെ പോയത്. ഭ്രാന്തനും മുൻകോപിയുമായിട്ടും താരയുടെ മുന്നിൽ ശന്തനും പല്ലുറുമി ക്ഷമിക്കുന്നതും പലക്കുറി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭാര്യ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്താൽ അവൻ പെറ്റമ്മയുടെ നേർക്കും വാളങ്ങിയെന്ന് വരാം. നീ പേടിക്കണ്ട കുഞ്ഞെ. ശോഭന പെട്ടെന്ന് ശാന്തയായി. ഞാനൊന്നും അവനോട് പറഞ്ഞു കൊടുക്കാൻ പോണില്ല. കുരങ്ങനെ കള്ളു കുടിപ്പിക്കാൻ എൻ്റെ തലയ്ക്ക് സ്ഥിരക്കുറവൊന്നുമില്ലല്ലോ. മമ്മി എന്ത് പറഞ്ഞു കൊടുത്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയിക്കോളാം. നിങ്ങളുടെ മകൻ അതിനെ സമ്മതിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം എനിക്ക് ചെയ്തതാ. ഞാനതിന് എന്ത് നന്ദി വേണമെങ്കിലും ചെയ്യാം. എനിക്ക് അവിടുത്തെ താമസം അത്രയ്ക്കും അടുത്തു. അവളുടെ തുറന്നു പറച്ചിൽ ആ അമ്മായിയമ്മയെ ഒന്ന് പരിഭ്രമിപ്പിച്ചു. താര ഇവിടെ ഉള്ളതുകൊണ്ടാണ് ജോലി കഴിഞ്ഞാൽ ശന്തനു നേരെ വീട്ടിലെത്തുന്നത്. കിട്ടുന്ന ശമ്പളം മൊത്തം ബാറിൽ പൊലിക്കാതെ തൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തരുന്നതും അതുകൊണ്ട് തന്നെ. ഡാഡിയും മമ്മിയുമായി വഴക്കിടുന്നത് അവസാനിപ്പിച്ചതും താര ഈ വീട്ടിൽ വന്ന ശേഷമാണ്. മന്ദബുദ്ധിയായ ഈ മകൾക്ക് പകരം മിടുക്കിയായ ഒരു കുട്ടി കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇനിയും മാറിയേനെ. ആ സ്വപ്നം സഫലമാകണമെങ്കിലും താര ഇവിടെ ഉണ്ടായേ പറ്റൂ. മോളെ. ശോഭന ഒന്നുകൂടി താണു. മമ്മി എന്തെങ്കിലും പറയുന്നത് നിങ്ങളുടെ രണ്ടിൻ്റെയും നല്ലതിന് വേണ്ടിയാ. ശുണ്ടിയും ദേഷ്യവും വാശിയും ഇത്തിരി കൂടുതലാണെങ്കിലും ചന്ദന് സ്നേഹമുള്ള കൊച്ചെ. നീ ഇത്തിരി തോറ്റുകൊടുത്താൽ മതി. അവൻ നിൻ്റെ കാൽച്ചുവട്ടിൽ വന്നു വീഴും. ഹണിയുമായുള്ള ജീവിതത്തിനിടയിലും അവന് നിന്നെയായിരുന്നു സ്നേഹം. ഞാൻ അതറിഞ്ഞിട്ടുള്ളതാ. അതുകൊണ്ട് അവൻ ഹണിയെ ഒഴിവാക്കി രണ്ടാമത് കെട്ടിയതിനെ ഞാൻ പിന്തുണച്ചത്. എന്നുവെച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ള പെമ്പിള്ളാരെ കൂട്ട് ചക്രവർത്തമാനം പറയാൻ എനിക്കറിയാമേല. മനസ്സിലുള്ളതും വായി വരുന്നതും ഞാനങ്ങൾ വിളിച്ചു പറയും, അത്രയേ ഉള്ളൂ. മനസ്സിലുള്ളതും വായി വരുന്നതുമാണല്ലോ മമ്മി വിളിച്ചു പറയുന്നത്. അതിനോട് തന്നെയാ എനിക്ക് എതിർപ്പും. മമ്മിക്കറിയുമോ, പെറ്റ കുഞ്ഞുങ്ങളെ കൊല്ലുകയും വലിച്ചെറിയുകയും ചെയ്യുന്ന സ്ത്രീ ജന്മങ്ങളുണ്ടെങ്കിലും സ്ത്രീയുടെ മനസ്സുള്ള ഒരു പെണ്ണിനെ പെറ്റതൊരു മാംസപിണ്ഡമായാൽ പോലും അതിനെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. എൻ്റെ കുഞ്ഞ് മാംസപിണ്ഡമല്ല, മന്ദബുദ്ധിയുമല്ല. അതിനും ഒരു മനസ്സുണ്ട്. ആ മനസ്സിനെ നോവിക്കുന്ന വർത്തമാനങ്ങളും പ്രവൃത്തികളും ആരിൽ നിന്നുണ്ടായാലും ഞാനത് പൊറുക്കില്ല. നിങ്ങളെ ആരെയും പോലെയല്ല ഞാൻ ജീവിക്കുന്നത് എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രം. നിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ്റെ കുഞ്ഞ് തന്നെയല്ലേ താരാ. അതെന്താ നീ മനസ്സിലാക്കാത്തത്? നിങ്ങളാ മമ്മി അത് മനസ്സിലാക്കാത്തത്? നിങ്ങളുടെ മോൻ്റെ കുഞ്ഞാണെന്ന് അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ എൻ്റെ കുഞ്ഞിനെ വാക്കുകൊണ്ടും നോക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ തരം താഴ്ത്തിയത്? സുരക്ഷിത ബോധമില്ലാത്തതുകൊണ്ട് എൻ്റെ മോൾക്ക് എന്തിനോട് ഭയമാണെന്നാ കിൻഡർ ഗാർട്ടനിലെ അവളുടെ ടീച്ചർ പറഞ്ഞത്. ഞാനല്ലാതെ ആരെങ്കിലും അവളോട് സ്നേഹമായി പെരുമാറുന്നുണ്ടോ ഈ വീട്ടിൽ? അതുകൊള്ളാം. എന്തോ തമാശ കേട്ടതുപോലെ ഒന്ന് കൈയടിച്ചു ശോഭന. ഫോർട്ട് കൊച്ചിന്ന് വരുമ്പോഴേ അതിന് എന്തിനോട് ഭയമായിരുന്നല്ലോടി കൊച്ചേ. ആ ഭയം മാറ്റാനായിരുന്നല്ലോടി എൻ്റെ ശന്തനുമോൻ അതിൻ്റെ മുന്നിലിട്ട് കോഴിയെ കണ്ടിച്ചത്. അത് കണ്ട് നിൻ്റെ കുഞ്ഞ് മയങ്ങി വീണത് ആരുടെ കുറ്റം? വിവരമില്ലാത്ത നിങ്ങളോടും മകനോടും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് എനിക്കറിയാം. എന്നെയും എൻ്റെ കുഞ്ഞിനെയും എൻ്റെ വീട്ടിലേക്ക് പോകാൻ അനുവദിച്ചാൽ മതി. ഞങ്ങൾ രക്ഷപ്പെട്ടോളാം. എനിക്ക് വിവരമില്ലെന്ന് പറഞ്ഞ് നിനക്കൊണ്ടോടി രണ്ടും കെട്ടവളെ വിവരം. ക്ഷമക്കെട്ട് അവൾ താരയുടെ നേർക്ക് പാഞ്ഞെടുത്തു. കണ്ടമാനം നടന്നവളല്ലേടി നീ. അങ്ങനെ ഉണ്ടായതല്ലടി നിൻ്റെ ഈ സന്താനം. നീ ഇതിനെ കളയാൻ മരുന്ന് കഴിച്ചതല്ലടി. സ്റ്റെയർ കേസിൽ നിരത്ത് ചാടിയതല്ലടി. അങ്ങനെയല്ലടി ഈ കൊച്ച് ഒന്നിനും കൊള്ളാത്തതായത്. എന്നിട്ട് കുറ്റം മുഴുവൻ എൻ്റെ മോൻ്റെ തലയിൽ കെട്ടിവയ്ക്കുന്നോ? താര അനക്കമറ്റ് ഒരു നിമിഷം നിന്നു. പിന്നെ അമ്മായിയമ്മയുടെ നേർക്ക് കൈകൂപ്പി. നേരാ നിങ്ങൾ പറഞ്ഞത്. മുഴുവൻ തെറ്റും എൻ്റേതാ. അതുകൊണ്ട് എന്നെ എൻ്റെ പാടിന് പോകാൻ അനുവദിച്ചാൽ മതി. മകനോടുകൂടി നിങ്ങൾ അതൊന്ന് പറഞ്ഞു കൊടുക്ക്. ശന്തനു അനുവദിച്ചിട്ട് നീ ഇവിടുന്ന് പോവില്ല. നീ വേണേൽ അവനില്ലാത്ത നേരത്ത് ഒളിച്ചു പോയിക്കോ. ആദ്യത്തെ കെട്ടിയവൻ്റെ കൂടെ പൊറുക്കാനാണോ നീ പോകുന്നത്? അതോ ഇന്നിവിടെ വന്ന് ബന്ധം പുതുക്കിയ രോഹിതിൻ്റെ ഒപ്പം കഴിയാനോ? അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് വേണം പോകാനെന്ന് മാത്രം. അരമണിക്കൂറായി ശന്തനു വാതിലിന് പിന്നിൽ വന്നു പതുങ്ങി നിന്നത് ശോഭനയോ താരയോ അറിഞ്ഞില്ല. പെട്ടെന്നാണ് അവൻ മുറിക്കുള്ളിലേക്ക് കയറി വന്നത്. എന്നിട്ട് താരയോട് പറഞ്ഞു, പോണമെന്ന് നിർബന്ധമാണെങ്കിൽ ഈ രാത്രി തന്നെ ഇറങ്ങിപ്പോടി. എൻ്റെ ആണത്തത്തെ ചോദ്യം ചെയ്തിട്ട് നീ ഒരുത്തൻ്റെ കൂടെ പൊറുക്കില്ല.
ഷാരോണോട് ഞാൻ പിന്നെയും പൊറുക്കും. രോഹിതാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ രണ്ടിനെയും കുത്തി കുഴൽമാല ഞാൻ വെളിയിൽ ചാടിക്കും. നീ ആരുടെ കൂടെ പൊറുക്കാനാണ് ആഗ്രഹിച്ചതെന്ന് വെച്ചാൽ അവനെയേ ഞാൻ ആദ്യം തട്ടു. ജീവിതമില്ലാണ്ടായവനാ ഞാൻ. എനിക്കിനി മേലുകീഴ് നോക്കാനില്ല. ഇറങ്ങിപ്പോടി എൻ്റെ വീട്ടിൽ നിന്ന്. അവളുടെ കഴുത്ത് പിടിച്ച് ശന്തനു ആഞ്ഞു പുറത്തേക്ക് തള്ളി. എന്നിട്ട് കിടക്കയിൽ ഉറങ്ങിക്കിടന്ന മുന്തിരിയെ വാരിയെടുത്തു. പക്ഷേ ഇവളെ ഞാൻ നിനക്ക് തരികയല്ല. തറയിലേക്ക് മുട്ടുകുത്തി വീണുപോയ താരയ്ക്ക് അല്പനേരത്തേക്ക് എഴുന്നേൽക്കാനായില്ല. പക്ഷേ അമ്മ എന്ന മകളുടെ നിലവിളി കേട്ട് എഴുന്നേൽക്കാതിരിക്കാനും കഴിഞ്ഞില്ല. എൻ്റെ കുഞ്ഞിനെ തുടരുത്. പിടഞ്ഞുയർന്ന അവർ ശന്തനുവിന് നേരെ പാഞ്ഞെടുത്തു. അടുത്തേക്ക് വരരുത്. അവൻ പല്ലു ഞെരിച്ചു. ഞാനിതിനെ തറയിൽ എറിഞ്ഞു കൊല്ലും. ഈശോയെ, താര നെഞ്ചിൽ തല്ലി. എന്നെ എന്ത് വേണേലും ചെയ്തോ, എൻ്റെ മോളെ വെറുതെ വിടണേ. തറയിൽ എറിയുമെന്ന് പറഞ്ഞാൽ എറിയുന്നവനാ ശന്തനുവെന്ന് ശോഭനയ്ക്കറിയാം. പക്ഷേ അവനങ്ങനെ എന്തെങ്കിലും ചെയ്താൽ കൊലക്കുറ്റത്തിന് തൻ്റെ ഏകപുത്രൻ ജയിലിൽ കഴിയേണ്ടി വരും. അത് ആഗ്രഹിക്കാത്തതുകൊണ്ട് അവർ ഓടിച്ചെന്ന് മകൻ്റെ കൈക്ക് പിടിച്ചു. എറിയണ്ട, താഴെ വീണാൽ അത് തവിട് പൊടിയാവും. എത്രയൊക്കെ ആയാലും നിന്റെ ചോരയല്ലേ മോനെ. ക്ഷമിക്കടാ. എങ്കിൽ ഇവളോട് പറ, ഈ വീട് വിട്ടു പോകാൻ പറ. ശന്തനു കൽപ്പിച്ചു. എനിക്കിവിടെ നിഴൽ പോലും കാണണ്ട. എങ്കിൽ നേരം എടുത്തിട്ട് പോയി കളമിടാ. രാത്രിയിൽ ഇറക്കി വിട്ട് വല്ല അപകടത്തിൽ ചെന്ന് ചാടിയ ഒടുക്കം നമ്മൾ തന്നെ ഉത്തരം പറയേണ്ടി വരികയല്ലേ. ഒരു രാത്രിയിലേക്ക് എൻ്റെ മോൻ ക്ഷമിക്ക്. കുടുംബവും കുട്ടികളുമായി ജീവിക്കാൻ നിനക്ക് ഭാഗ്യമില്ലെന്ന് കരുത്. എൻ്റെ ജീവിതം നശിപ്പിച്ചത് ഇവളും ഇവളുടെ കാമുകൻ രോഹിത്തും ചേർന്ന. ഇവൾക്ക് മനസ്സറിവൊന്നുമില്ലെന്നത് പറയുന്നത് പൊളിയാ. ഇവൾ അവനെ ആടിനെ പച്ചില കാണിച്ച് നിർത്തും പോലെ നിർത്തിയിരിക്കുമായിരുന്നു പിന്നിൽ. അവൻ ഹോട്ടലിൽ കൊണ്ടുപോയിരുന്നെന്ന് പറഞ്ഞതും നേരായിരിക്കും. അന്നവൻ ബാങ്കിൽ കയറിയിട്ടൊന്നുമില്ല. ആ സമയത്ത് SI സെലക്ഷൻ കിട്ടിയ ഞാൻ ചെന്ന് ഇവിടെ പപ്പയും അമ്മയും വിരിച്ച വലയിൽ ചെന്ന് ചാടിയെ. ആ സ്ഥിതിക്ക് ഈ നരകത്തിലെ ക്രിമി അവൻ്റെ ചോര തന്നെയാവും. ഒരു സംശയം എനിക്കുണ്ട്, ശോഭന പറഞ്ഞു. ആ നിലയ്ക്ക് ആ ക്രിമിയെയും തള്ളയെയും കൂടെ അങ്ങ് പറഞ്ഞയച്ചേക്ക് മോനെ. എവിടെയെങ്കിലും പോയി എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കട്ടെ. അങ്ങനെ അവൾ ജീവിച്ചാൽ വല്ലവൻ്റെയും കൊച്ചും കൂടെ അപ്പനാവേണ്ടി വരും അമ്മീ ഞാൻ. എനിക്കതിന് പറ്റുകയില്ല. നിയമപരമായി ഇവള് ശന്തനുവിൻ്റെ ഭാര്യ. ഈ കൊച്ചും ജാരസന്തതിയാണെങ്കിൽ ഇതിനെയും ഇല്ലാതാക്കി ഇവളിനി പ്രസവിക്കാതിരിക്കാൻ പോന്ന. എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റും ചെയ്യിച്ചിട്ട് വേണം എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിക്കാൻ വിടാൻ. ഇല്ലെങ്കിൽ ഞാൻ കുത്തുപാളയെടുക്കും. ഈ കൊച്ചിനെ ഇല്ലാതാക്കിയാൽ നീ ജയിലിൽ ചെന്ന് കിടക്കേണ്ടി വരില്ലേ ശന്തനു? അതിന് ഞാനാ അത് ചെയ്തതെന്ന് ആരറിയാൻ പോണു മമ്മി. ഇവൾ ഈ കൊച്ചിനെ ഉപേക്ഷിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ കാമുവിൻ്റെ ഒപ്പം ഒളിച്ചോടുന്നത് ഞാൻ പറഞ്ഞു പരത്തും. പത്രത്തിലൊക്കെ വരുന്ന വാർത്തകളിൽ പകുതിയോയുള്ളൂ സത്യം. ബാക്കി മുഴുവൻ കല്ലുവെച്ച നുണകളാ മമ്മി. എന്നെ തോൽപ്പിക്കാൻ നോക്കിയ ഇവളെ ഞാൻ വെള്ളമില്ലാത്തിടത്ത് വെള്ളം കുടിപ്പിക്കും മമ്മി. എല്ലാം കേട്ട് മരവിച്ച് നിൽക്കുകയായിരുന്നു താര. ഇത്രയ്ക്ക് നീചനും നികൃഷ്ടനും മാനസികമായി അധപതിച്ചവരുമായ ഒരു വ്യക്തിയെയും കുടുംബാംഗങ്ങളെയും തൻ്റെ ചെറിയ ജീവിതകാലയളവിൽ വേറെ കണ്ടിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി. വളരെ മുമ്പേ തനിക്കത് മനസ്സിലായതാണ്. എന്നിട്ടും വിധിയുടെ ക്രൂരമായ ചരടുവലിയിൽ താൻ വീണ്ടും ഇവിടെ തന്നെ വന്നു ചേർന്നതാണ്. വിധിയെ പഴിക്കുന്നതിലും അർത്ഥമില്ല. വിഡ്ഢിത്തമാണ് കാണിച്ചത്. ഈ നിന്ദ്യരുടെ കയ്യിൽ നിന്ന് നന്മയുടെ അവതാരമായ ഒരമ്മയുടെയും മകൻ്റെയും കൈകളിൽ എത്തിയതാണ്. മനുഷ്യരെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ താനും അമ്മയും ഗ്രാനിയും പരാജയപ്പെട്ടുപോയി. ആ കൊച്ചിനെ ഇങ്ങ് താടാ. ഭയന്ന് പറഞ്ഞിച്ച് ശന്തനുവിൻ്റെ കയ്യിൽപ്പിടിയിൽ തൂങ്ങിക്കിടക്കുന്ന മുന്തിരി മോളുടെ നേർക്ക് ശോഭന കൈനീട്ടി. നിന്റെ കയ്യിൽ നിന്ന് അതെങ്ങാൻ പിടിഞ്ഞ് താഴെ വീഴും. അവസാനം സുഖമില്ലാത്ത കൊച്ചിനെ താഴെ എറിഞ്ഞ് കൊന്നെന്നുള്ള പഴിയും കേൾക്കും. ദേ, ഇവിടെ തന്നെ കോടതിയിൽ വന്ന് നിന്റെ നേർക്ക് കൈ ചൂണ്ടും. ലോകം മുഴുവൻ കേൾക്കുമാർ ഉച്ചത്തിൽ നിന്ന് കരയണമെന്നുണ്ടായിരുന്നു താരയ്ക്ക്. പക്ഷേ അത് മനുഷ്യ മനസ്സുള്ള ആരും കേൾക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് തൻ്റെ സങ്കടവും പരാതിയും അവൾ പാടുപെട്ട് കടിച്ചമർത്തി. ഇന്നാ, അമ്മയുടെ നേർക്ക് ശന്തനു കുട്ടിയെ എറിഞ്ഞു കൊടുത്തു. കൊണ്ടുപോയിക്കോ ജന്തുവിനെ. അയ്യോ, ശോഭന മുന്തിരിമോളെ താങ്ങിപ്പിടിച്ചു. എന്തൊരു ഭാരം ഇതിന്. ഭാരം കാണാതിരിക്കുമോ? തലയ്ക്കുള്ളിൽ കളിമണ്ണാണെങ്കിലും നന്നായി തീറ്റിയെടുക്കുന്നുണ്ടാവും ജന്തു. ശോഭനയുടെ കയ്യിൽ നിന്ന് താര തിടുക്കത്തിൽ തൻ്റെ മകളെ പിടിച്ചെടുത്തു നെഞ്ചോട് ചേർത്തു. ഉടൻ മറ്റാർക്കും കേൾക്കാനാവാത്ത ശബ്ദത്തിൽ മുന്തിരി അമർത്തിയൊന്നേങ്ങി. അമ്മ, അമ്മയുടെ പൊന്നെ. അവൾ ആ കാതിൽ ചുണ്ടമർത്തി. അമ്മയുണ്ട് നിനക്ക്. അമ്മ ജീവനോടുള്ള കാലം അമ്മ മോളെ വിട്ടു പോവില്ല. എങ്ങും പോവില്ല. എങ്ങും പോവണ്ട, ശോഭന പറഞ്ഞു. അടങ്ങി ഒതുങ്ങി കെട്ടിയവൻ പറയുന്നതിനനുസരിച്ച് ഇവിടെ കഴിഞ്ഞാൽ ഇങ്ങനെ വല്ലതും സംഭവിക്കുമോ? കോളേജ് പ്രൊഫസറായ അമ്മയുടെ അഹങ്കാരവും വാഗ്വൈഭവവും മകൾക്കും കിട്ടിയിരിക്കുന്നത്. പ്രൊഫസർക്ക് മാസാമാസം നല്ല ശമ്പളം കിട്ടും. പിരിഞ്ഞാൽ പെൻഷനും കിട്ടും. മകൾക്ക് എന്തോ മൂപ്പത്തിരി കിട്ടും. എന്നിട്ടും കെട്ടിയവനനുസരിച്ച് കഴിയാൻ ഹുങ്ക്. അവർ തിരിഞ്ഞ് പുറത്തേക്ക് പോയി. മകളെയും കൊണ്ട് താരമേലെ കിടക്കയിലേക്കിരുന്നു. ശക്തിയിലൊന്ന് ശ്വസിച്ചിട്ട് ശന്തനു ഓഫീസിൽ നിന്ന് വന്ന വേഷം മാറാൻ ആരംഭിച്ചു. പാൻസും ഷർട്ടും അഴിച്ചെറിഞ്ഞ അവൻ ഒരു ഹാഫ് ട്രൗസറും സ്ലീവ്ലെസ് ജേഴ്സിയും അണിഞ്ഞ് പുറത്തേക്ക് നടന്നു. ഷൂസ് അണിഞ്ഞ ആ കാല് ചമുറിയിൽ നിന്ന് അകന്നു പോയത് മുന്തിരി ഭയത്തോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ശബ്ദമമർത്തി താരയോട് കെഞ്ചി.
നമുക്ക് ഫോർട്ട് കൊച്ചി പോവാമേ. പോവാം നാളെ, അവൾ പറഞ്ഞു. നോണ. കുട്ടി അവിശ്വാസത്തിൽ അമ്മയെ നോക്കി. ഇന്ന് പോയാൽ എന്താ? ഇന്നിപ്പോൾ രാത്രിയായാലും മോളെ, നാളെ തീർച്ചയായും പോവാം. സത്യം. അവൾ കൈത്തല നീട്ടി. സത്യം? താര ആ കുഞ്ഞിക്കൈ വെള്ളയിൽ സ്വന്തം കൈത്തല അമർത്തി വെച്ചു. മോൾക്ക് വിശക്കുന്നില്ലേ? നമുക്ക് പോയി എന്തെങ്കിലും കഴിക്കാം. വേണ്ടമ്മ, എനിക്ക് അപ്പായെ പേടിയാ. നമുക്ക് പോർട്ട് കൊച്ചി പോയാൽ മതി. നാളെ പോകുന്നമ്മ പറഞ്ഞല്ലോ മോളെ. രാത്രി ഒന്നും കഴിക്കാതെ കിടന്നാൽ രാവിലെ എണീക്കുമ്പോൾ ക്ഷീണമായിരിക്കും. അമ്മ 2 ബിസ്ക്കറ്റ് തരാം, 1 കപ്പ് പാലും. പാല് വേണ്ട അമ്മേ, താഴെ പോയി കണ്ടാൽ എനിക്ക് പേടിയാ. 1 ബിസ്ക്കറ്റ് മോള് തിന്നോളാം. പാല് കുടിക്കാത്ത സ്ഥിതിക്ക് ഒരു പഴം കൂടി കഴിക്കണം. അതിന് താഴെ പോകണ്ട. ഫുട്ബോളിൽ നിന്ന് അമ്മ എടുത്ത് തരാം. ഒരെണ്ണേ മോള് തിന്നുള്ളൂ. മതി, അത് മതി. ഒരു ചെറിയ പഴവും 1 ബിസ്ക്കറ്റുമേ മുന്തിരി കഴിച്ചുള്ളൂ. അതിനിടയിൽ ശബ്ദം താഴ്ത്തി അവൾ അപേക്ഷിച്ചു. നമുക്ക് ഈ അപ്പ വേണ്ടമ്മേ. അപ്പ ചീത്തയാ, എനിക്ക് പേടിയാ. താര വായപൊത്തി. കേട്ടോണ്ട് വരും മോളെ, പിന്നെ വഴക്കിടും. എങ്ങനെയും ഒന്ന് നേരെ വെളുപ്പിച്ചാൽ മതി അമ്മയ്ക്ക്. മുന്തിരി ഉറങ്ങിയ ശേഷമാണ് ചന്ദനു വീണ്ടും കിടക്കയിൽ വന്നത്. കിടക്കയിൽ വന്നിരുന്ന ശേഷം ആരോടൊന്നില്ലാതെ അവൻ ചോദിച്ചു, സപ്പർ കഴിക്കണില്ലേ? തന്നോടാണ് ചോദിച്ചതെന്ന് അവൾ ഭാവിച്ചില്ല. അതോടെ ചന്ദനുവിൻ്റെ മുഖം വീണ്ടും ചുവന്നു. ചോദിച്ചത് കേട്ടില്ലേ? വീണ്ടും വഴക്കടിക്കാൻ ആഗ്രഹമില്ലാതിരുന്നതുകൊണ്ട് താര പതിയെ ശബ്ദിച്ചു. കേട്ടു. എനിക്ക് തീരെ വിശപ്പില്ല. താഴോട്ട് വന്നാൽ ഞാൻ വിളമ്പിത്തരാം. വിശപ്പില്ലാഞ്ഞിട്ടാ പറഞ്ഞത്. എന്നോട് ക്ഷമിക്കണം താര. എന്ത് ചെയ്യാം, ഞാൻ എങ്ങനെയായിപ്പോയി. എന്നോട് എന്ത് ചെയ്താലും ഞാൻ ക്ഷമിക്കും. പേടി ഒരു രോഗാവസ്ഥയിലായിരിക്കുമോ മോളെ? അതിനോടൊരല്പം അലിവ് കാണിച്ചാൽ മതി. എല്ലാം എൻ്റെ തകരാറാ. വല്ല സൈക്കോളജിസ്റ്റിനെയും കണ്ടാലോ എന്ന് ആലോചിക്കുവാ ഞാൻ. പക്ഷേ ആ തൊഴിലിന് പേരിന് പിന്നിൽ നീണ്ട ഇംഗ്ലീഷ് ആൽഫബറ്റിക്സും കുറിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നവരെയാണെങ്കിൽ എനിക്ക് അല്പവും വിശ്വാസവുമില്ല. വിശ്വസിക്കണം. അവിശ്വാസികൾക്ക് ഉറങ്ങാൻ പോലും കഴിയില്ലെന്നല്ലേ? ആ വിശ്വാസമില്ലാത്തവർക്കാണ് അന്യരെയും വിശ്വസിക്കാൻ കഴിയാത്തത്. ശന്തനു മെല്ലെ ഒന്ന് തലയാട്ടി. മോളോട് ഞാൻ ഒരുപാട് ക്രൂവലായി. ഞാനെന്താ ഇങ്ങനെയായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. താരയെ ആ കുമ്പസാരം അല്പവും സ്പർശിച്ചില്ല. ആത്മാർത്ഥമായാണ് അയാൾ പറയുന്നതും എന്നും അവൾക്ക് തോന്നിയില്ല. താര ഉറങ്ങിക്കോളൂ. ആരോടും വിശ്വാസമില്ലാഞ്ഞാവാം എനിക്ക് ഉറക്കം വരുന്നില്ല. ഞാൻ പുറത്തെ സെറ്റിലുണ്ടാവും. അവൻ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. അത്രയും താരയ്ക്ക് ആശ്വാസമായി. ഈ വ്യക്തിയോടുള്ള വെറുപ്പ് സിരകളിൽ അലിഞ്ഞു കഴിഞ്ഞു. ഇയാൾ അരികിലുണ്ടെങ്കിൽ ഭയം കൊണ്ട് തനിക്കും ഉറങ്ങാനാവില്ല. വൈകി ഉറങ്ങി വൈകിയാണ് അവൾ ഉണർന്നത്. മോളും ഉറക്കത്തിലായിരുന്നു. പക്ഷേ പതിനു വിപരീതമായി ശന്തന് മുറിയിലൂടെ ഉലാത്തുന്നുണ്ടായിരുന്നു. കിടക്കവിരി മാറ്റി താര എഴുന്നേറ്റതും തീപ്പൊയിൽ വെച്ചിരുന്ന ഫ്ലാസ്കിൽ നിന്ന് അവനൊരു കപ്പിലേക്ക് ചായ പകർന്നു നീട്ടി. നിനക്ക് വേണ്ടി ഞാൻ തന്നെ ഇട്ട ചായ താര. നിന്റെ കടുപ്പവും മധുരവുമൊക്കെ എനിക്ക് മനഃപ്പാടമാ. ഭയം കൊണ്ട് മാത്രമാണ് അവൾ ആ കപ്പ് വാങ്ങിയത്. ഈ വീട്ടിൽ നിന്ന് രക്ഷപ്പെടും മുമ്പ് ഒരു യുദ്ധം കൂടി വേണ്ട. പക്ഷേ ആ ചായയുടെ രുചി താരയെ സ്പർശിച്ചു. നല്ല തരം കുടുംബ ചായ. സംസ്കാര സമ്പന്നർക്ക് നന്നായി ആഹാരമുണ്ടാക്കാൻ കഴിയൂ എന്ന് പപ്പ പറയാറുണ്ട്. അത് അമ്മയുടെ ആഹാരത്തെ പ്രശംസിച്ച് പറയുന്ന വാക്കുകളാണ്. ഇത് പക്ഷേ ശന്തനുവിൻ്റെ മമ്മി ഉണ്ടാക്കിയ ചായയല്ല. എങ്ങനെയുണ്ട് താര ചായ? തൻ്റെ ചായയോട് കിടപിടിക്കില്ലെന്ന് എനിക്കറിയാം. എന്നാലും ഒരഭിപ്രായം പറ. നല്ല ചായ. അത് നുണ. സത്യം പറഞ്ഞാൽ വിശ്വാസമാവില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? താര പറഞ്ഞത് സത്യമാണെങ്കിൽ ഞാൻ ഭാഗ്യവാനാ. എൻ്റെ ചായയെക്കുറിച്ച് എനിക്ക് പോലുമില്ല മതിപ്പ്. മമ്മിയുടെ അഭിപ്രായത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യവും നല്ലതല്ല. അതാണ് ശന്തനുവിന് സംഭവിച്ച കുഴപ്പം. വീട്ടിൽ നിന്ന് പ്രശംസ കിട്ടുന്ന കുട്ടികളെ വീടിന് വെളിയിലേക്ക് വളരൂ. എൻ്റെ കുഞ്ഞ് ബുദ്ധിവൈകല്യമുള്ളവളായാലും ഞാനങ്ങനെ ഭാവിക്കില്ല. അവൻ അർത്ഥഗർഭമായി ഭാര്യയൊന്ന് നോക്കി. വഴക്കായി പറഞ്ഞതല്ല. ചായക്കപ്പുമായി താര പുറത്തേക്ക് നടന്നു. അടുക്കളയിൽ ശോഭനുണ്ടായിരുന്നു. താമസിച്ച് എണീറ്റാൽ കെട്ടിയനെ കൊണ്ട് ചായ ഇടിക്കാമല്ലോ അല്ലേ? ആ സ്ത്രീയോട് സംസാരിക്കാൻ ഒരു താല്പര്യവുമില്ലാതിരുന്നതിനാൽ ചായക്കപ്പ് സോപ്പിട്ട് കഴുകി തുടച്ച് റാക്കിൽ വെച്ച് അവൾ തിരിച്ചു പോന്നു. തിരികെ മുകളിലെത്തിയപ്പോൾ ഓഫീസിൽ പോകാനായി ശന്തനു ഡ്രസ് ചെയ്ത് തുടങ്ങിയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നില്ലേ? താര ചോദിച്ചു. ഇന്ന് നേരത്തെ പോകണം. പുറത്ത് അല്പം ഇടപാടുണ്ട്. ആ കൂട്ടത്തിൽ ബ്രേക്ക്ഫാസ്റ്റുമാകാമെന്ന് വെച്ചു. മമ്മിയാണെങ്കിൽ അടുക്കള ക്ലീൻ ചെയ്യാൻ തുടങ്ങിയതേ ഉള്ളൂ. കഴിക്കാൻ കാത്തു നിന്നാൽ ഞാൻ ലേറ്റാവും. ശന്തനു എപ്പോഴും ഇങ്ങനെയായിരുന്നെങ്കിൽ ജീവിതം എത്രയോ ശാന്തമായി ഒഴുകിയേനെ എന്ന് അവൾ ഓർത്തു. മദ്യപിക്കുന്ന കുടുംബമാണ് തങ്ങളുടേതെന്ന് എപ്പോഴോ ശന്തനുവിൻ്റെ മമ്മി അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. കുട്ടിക്കാലം തൊട്ടേ ശന്തനുവും മദ്യത്തിൻ്റെ രുചി അറിഞ്ഞിരിക്കുന്നു. അത് മോശം കാര്യമാണെന്ന് ഒരിക്കലും അയാൾ ഭാവിച്ചിട്ടുമില്ല. അത് ആണത്തത്തിൻ്റെ ലക്ഷണമാണെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. സിയു താര. ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് കിറ്റുമെടുത്ത് അവൻ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു.
ശന്തനുവിൻ്റെ വണ്ടി ഗേറ്റ് കടന്നതും താര തിടുക്കത്തിൽ ഡ്രസ്സ് മാറി സ്വന്തം സാധനങ്ങളൊക്കെ ബാഗിലും ബോക്സിലും കുത്തി നിറച്ചു. എല്ലാം റെഡിയായ ശേഷമാണ് മോളെ തട്ടിയുണർത്തി വാരിയെടുത്തത്. അമ്മ അപ്പം പോയോ? പോയി. നമ്മളും പോകുക കണ്ണേ. എങ്ങോട്ട്? ഫോർട്ട് കൊച്ചിക്ക്. സന്തോഷം കൊണ്ട് ആ കുഞ്ഞുമുഖം വികസിച്ചു. സത്യം? സത്യം. സത്യമല്ലാത്ത എന്തെങ്കിലും അമ്മ എൻ്റെ മോളോട് പറയുമോ? നീ എൻ്റെ എല്ലാമാ. നിനക്ക് വേണ്ടി മാത്രമാണ് അമ്മ ജീവിക്കുന്നത്. ഒരു കയ്യിൽ മോളെ എടുത്ത് മറു ചുമലിൽ ബാഗും കയ്യിൽ ബോക്സുമായി താര സ്റ്റെയർകേസ് ഇറങ്ങി. ഇനി ഇങ്ങോട്ട് വരത്തില്ലയോ? മകളുടെ വായ്പൊത്തിയ ശേഷമാണ് അവൾ മറുപടി നൽകിയത്. ഇല്ല. താഴെ ചെല്ലുമ്പോൾ 99 ഫോർഡ് ഫിഗോയുടെ വാതിൽ തുറക്കുകയാണ്. ഡാഡി, എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു. തിരിഞ്ഞു നോക്കിയിട്ട് അയാൾ പറഞ്ഞു. ഞാനിപ്പം വരാം മോളെ. വേണ്ട. എങ്ങനെയായാലും ഡാഡി വൈകും. ഡോക്ടറോട് ഞാൻ അപ്പോയിൻമെൻറ്റ് വാങ്ങി. അരമണിക്കൂറിനുള്ളിൽ മടങ്ങി വരാം. എന്നിട്ട് ഡാഡി ബാറിൽ പോയാൽ മതി. അയ്യോ, ഞാൻ ബാറിലേക്കല്ല കൊച്ചേ. ബാറിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞല്ലോ ഡാഡി പതിവായി ഈ നേരത്ത് പുറത്തു പോകാറുള്ളത്. പക്ഷേ എനിക്കറിയാം ഡാഡി എവിടേക്കാണെന്ന്. സാരമില്ല, അരമണിക്കൂറിനുള്ളിൽ ഞാൻ തിരിച്ചെത്താം. കാറിൻ്റെ ഡിക്കിയിൽ ബാഗും ബോക്സും വെച്ചിട്ട് താര മോളെയും കൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൻ്റെ ഡോറിലെത്തി. ഡോക്ടറെ കാണാൻ പോകുന്നതിന് ഈ ബാഗും പെട്ടിമൊക്കെ എന്നതിനാ? നൈന തിരക്കി. ഡോക്ടറുടെ വീട്ടിൽ പൊറുതിക്ക് പോവാണോ? ഡോക്ടറുടെ അടുത്ത് പോയ ശേഷം എനിക്കൊന്ന് ഫോർട്ട് കൊച്ചിയിലും പോകണം. അപ്പം നീ അരമണിക്കൂർ കൊണ്ടൊന്നും വരില്ല? ഇല്ല. താര ചിരിച്ചു. ഡാഡിയും എളുപ്പമൊന്നും വരികയില്ലെന്ന് എനിക്കറിയാം. എന്നാലും വീട്ടിലൊന്ന് പോണേനെ പെട്ടിയും ബാഗുമല്ല എന്നതിനാ? ഞാൻ ഒരാഴ്ച കഴിഞ്ഞേ വരത്തുള്ളൂ ഡാഡി. ചന്ദ്രനോട് പറഞ്ഞോ? പറഞ്ഞു. സമ്മതിച്ചു. അല്ലാതെ ഞാൻ പോവില്ലല്ലോ. ഡോറിൽ നിന്ന് നൈനാനെ പിടിച്ചു മാറ്റി അവൾ. എന്നിട്ട് അകത്തേക്ക് കടന്നിരുന്ന് ഡോറടച്ചു. മോളെ അരികിലായി ഇരുത്തി. ഗേറ്റ് കടന്നതും മുന്തിരി ചോദിച്ചു. എനിക്ക് മൂക്കടപ്പില്ലല്ലോ അമ്മ. പിന്നെ എന്നത്തിനാ നമ്മൾ ഡോക്ടറെ കാണുന്നേ? ഗ്രാൻഡ്പായോട് അമ്മ ഒരു നുണ പറഞ്ഞതാ മോളെ. നമ്മൾ 14 പോകുന്നത്. ഇനി നമ്മൾ അവിടെ താമസം. സത്യം? സത്യം പറഞ്ഞാലും നിൻ്റെ അപ്പനെ പോലെ തന്നെ നിനക്കെപ്പോഴും സംശയമാ അല്ലേ? ഇത് നല്ലതല്ല കേട്ടോ. മുന്തിരി അതോടെ ഡ്രൈവ് ചെയ്യുന്ന അമ്മയുടെ ദേഹത്തേക്ക് ചാഞ്ഞിരുന്നു. ഉറക്കപ്പിച്ചിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞുപോയി. ഫോർട്ട് കൊച്ചിയിലെത്തി കുറേ സമയത്തേക്ക് താര കാര്യമൊന്നും പറഞ്ഞില്ല. ബാഗും പെട്ടിയുമെല്ലാം കണ്ടപ്പോൾ ഗ്രാനി ചോദിച്ചു. വിശേഷം വല്ലതും ഉള്ളത് കൊണ്ടാണോ മോളെ കെട്ടിപ്പെറുക്കി പോകുന്നത്? അതോടെ അവൾ മുഴുവൻ വിശേഷങ്ങളുടെയും കെട്ടഴിച്ചു. എൻ്റെ മോൾക്ക് വേണ്ടി മാത്രമാ ഗ്രാനി ഞാനിത്രയും നാൾ ആ നരകത്തിൽ കഴിഞ്ഞത്. അവിടെ ഇനിയും കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനെ എനിക്ക് നഷ്ടമാവും. പറയാണ്ട് പോകുന്ന സ്ഥിതിക്ക് രാത്രിയാകുമ്പം അവൻ തിരക്കി വരുമോ? ഗ്രാനി ആരാഞ്ഞു. വരും. ഇവിടെ താമസിച്ചാൽ എൻ്റെ കുഞ്ഞിനെ അയാൾ കൊണ്ടുപോകും. വളർത്താനല്ല, കൊല്ലാൻ. ഇവിടെ താമസിക്കുന്നെങ്കിൽ പോലീസ് പ്രൊട്ടക്ഷൻ വേണം. റോസ് അപ്പോൾ തന്നെ ജയിച്ചനെ വിളിച്ചു. 15 മിനിറ്റിലധികം സംസാരിച്ചു. എന്നിട്ട് താരയോട് പറഞ്ഞു. ഒരു മണിക്കൂറിനുള്ളിൽ ജയിച്ചൻ വരും. നാളെ 2 പേരെ അങ്ങോട്ട് കൊണ്ടുപോകും. അയാൾ വന്ന് അമ്മയോടും ഗ്രാനിയോടും വഴക്കിട്ടാലോ? അതോർത്ത് നീ വിഷമിക്കേണ്ട. അതിന് ഞാൻ വഴി കണ്ടോളാം. ജയിച്ചിനൊപ്പം താരയും മുന്തിരിമോളും പോയതും കോളേജിലെ സഹപ്രവർത്തകയായ ലിസ ജോണിനെ വിളിച്ച് റോസ് തങ്ങളുടെ അവസ്ഥ വിശദീകരിച്ചു. ലിസയുടെ ഹസ്ബൻഡ് ജോൺ സക്രിയ DYSP ആണ്. അവൻ വന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ റോസ് ടീച്ചർ ഒരു മിസ്ഡ് ഇട്ടാൽ മതി. പോലീസ് അവിടെ എത്തും. ലിസ വാക്ക് കൊടുത്തു. 6 മണിയായപ്പോൾ തന്നെ റോസ് തങ്ങളുടെ ഗേറ്റുകൾ അകത്തു നിന്ന് പൂട്ടി. 8:30 ഗേറ്റിന് പുറത്ത് ചന്ദനുവിൻ്റെ കാർ എത്തിയത് മുകളിലെ മുറിയുടെ ജനാലയ്ക്കിൽ നിന്ന് അവൾ കണ്ടു. 10 മിനിറ്റ് കൊണ്ട് ഗേറ്റിൽ പിടിച്ചു കയറി അവൻ അകത്തേക്ക് ചാടി. തുടരും.